എഴുതിയേക്കുന്നത്. നിങ്ങൾ ആ ബോർഡ് കണ്ടില്ലായിരുന്നോ? വെൽക്കം ടു ലേ എന്നൊക്കെ എഴുതിയത്. അപ്പൊ നമ്മുടെ വണ്ടി കണ്ടല്ലോ അല്ലേ? വണ്ടി അവിടെ കൂടെ പൊക്കോണ്ടിരിക്കുവാണ്. ഇതൊരു ഭയങ്കര വലിയ ബോർഡാണ് കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കൂടെ വന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ലേ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം ലേയിൽ നമ്മളിന്ന് പ്രധാനമായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നത് തിക്സേ മൊണാസ്ട്രി, ഹാൾ ഓഫ് ഫെയിം, ലേ പാലസ്, പിന്നെ ശാന്തി സ്തൂപ, പിന്നെ ലേ ഗേറ്റ് മാർക്കറ്റ്, ഇതൊക്കെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തിക്സേ മൊണാസ്ട്രിയുടെ അടുത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് തിക്സേ മൊണാസ്ട്രിയുടെ കവാടം. ഇത് ഭയങ്കര വലിയ കവാടാണ്, നല്ല കളർഫുള്ളും ആണ്. ഇത് ആ മോളിൽ കാണുന്നതാണ് തിക്സേ മൊണാസ്ട്രി. നമ്മളപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ കറങ്ങി വേണം അങ്ങോട്ട് പോവാൻ. പിന്നെ വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ കുറേ പ്രെയർ വീൽസ് ഒക്കെ കണ്ടു. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അടിപൊളിയാണ്. ഈ മലകളൊക്കെ കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാണ്. വിന്റർ ഒക്കെ ആവുമ്പോഴത്തേക്ക് ഈ മലകളെല്ലാം മഞ്ഞ് മൂടിയായിരിക്കും കിടക്കുന്നത്. അപ്പൊ നമ്മളിതേ മൊണാസ്ട്രിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ലേയിൽ എത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിക്സേ മൊണാസ്ട്രി എന്ന് പറഞ്ഞ ഒരു മൊണാസ്ട്രിയാണ്. അപ്പോൾ നമുക്കിനി പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തേക്കുവാണ്. തത്തച്ഛനും തത്തച്ഛനും എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കിനി പോവാം. എങ്ങനെയുണ്ട് തത്തച്ഛ? ലേ ഒക്കെ ഇഷ്ടമായോ? സൂപ്പർ, നല്ല ഭംഗിയുള്ള ലേ ആണ്. കാണാൻ ഒത്തിരി മലകളുണ്ട്. പിന്നെ ബ്യൂട്ടിഫുൾ ആണ് എല്ലാം കൊണ്ടും. ഇറ്റ്സ് ബെറ്റർ. തിക്സേ മൊണാസ്ട്രിയെ കുറിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം. വരുവാണെങ്കിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. കാരണം ഇത് ഹിൽ ടോപ്പ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ വിഷൻ പ്രോബ്ലം ഉണ്ടാവും, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. അതുപോലെ കുറേ പറഞ്ഞാലും ഇങ്ങനെ പ്രോബ്ലം. റെയർ വീൽസ് ആണ് കേട്ടോ. ഇവിടെ 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇതാണ് മൊണാസ്ട്രി. പ്രയർ വീൽ കണ്ടിരിക്കുകയാണ്. മുട്ട പ്രയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ നമുക്ക് പട്ടണത്തിൻ്റെ വ്യൂ ഫുള്ള് കാണാനായിട്ട് സാധിക്കും. ലേ പട്ടണമാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ മൊണാസ്ട്രിയിലേക്ക് പോകുന്നത്. പക്ഷെ പതുക്കെ സ്റ്റെപ്പ് വരാനുള്ളൂ. പതുക്കെ കയറിയില്ലെങ്കിൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. അപ്പൊ നമ്മൾ ഈ മൊണാസ്ട്രിയിലെ പ്രെയർ ഹോളിനകത്തേക്ക് കയറാൻ പോവാണ്. ഇത് കണ്ടോ, ഇവിടെ നിറയെ ബുദ്ധ ഭഗവാന്റെ പ്രതിഷ്ഠകളാണ്. പിന്നെ ഇവിടെ വാട്ടർ ഓഫറിംഗ് ബൗൾസിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വാട്ടർ ഓഫറിംഗ് ബൗൾ. നമ്മൾ ഈ മൊണാസ്ട്രിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് തണുപ്പൊക്കെ ഉണ്ട്. അത്
ബുദ്ധഭഗവാന്റെ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ അവർ പ്രെയർ ചെയ്യുന്ന സ്ഥലമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ മൊണാസ്ട്രിക്ക് ഉള്ളിലാണ്, ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഫോട്ടോയും സംഭവങ്ങളൊക്കെ അലൗഡാണ്. ഇവിടെ നമുക്ക് ബുദ്ധൻ്റെ പല പല സ്റ്റാച്യൂസും എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടുന്ന് കയറാനാണ് ഭയങ്കര പാടാണ്, പക്ഷെ ഇറങ്ങുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ക്യൂട്ടാണ് ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ട്, എന്നെ ക്യൂട്ടാണ്. നമുക്ക് ഷോപ്പിംഗ് ഏരിയയാണ്. ഞങ്ങളിവിടെ വെറുതെ കയറിയാണ്. എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് കണ്ടോ, മറൈൻ ലൈഫ് എഴുതിയത് നല്ല രസമുണ്ട്. സീ ഹോൾസ് ആണ്. ഇവിടുന്ന് ഒരു തികച്ചനൊരു വലിയ ഫ്ലാഗ് മേടിച്ചിട്ടുണ്ട്. 100 രൂപയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് മർച്ചൻഡൈസ് ഒക്കെ പർച്ചേസ് ചെയ്തു, കുറച്ച് ഫ്ലാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകും. ഇവിടുത്തെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞ ഇന്ത്യൻ ആർമിയുടെ മ്യൂസിയം കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു മ്യൂസിയം ആണ്. ഇവിടെ 250 റുപ്പീസാണ് ഒരാളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കാർഗിൽ കണ്ടതിനേക്കാളും ഇതിലൂടെ വലിയൊരു മ്യൂസിയം ആണ് ഇവിടെ കാണാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ അപ്പം ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഈ മ്യൂസിയവും രണ്ടും കൂടെ കൂടിയാണ് 250. നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മാത്രമേ കാണുന്നുണ്ടെങ്കിൽ 125 റുപ്പീസേ ആവുള്ളൂ. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ ടൈം എന്ന് പറയുന്നത് 7:30ക്കാണ്. അപ്പം നമ്മൾ ആ ടൈമിൽ നമ്മൾ അവിടെ ഇനി നമുക്ക് സ്റ്റാച്ചു വേറെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമായിരിക്കും. അപ്പം ടൈം കിട്ടില്ല. അല്ലെങ്കിൽ പാലസൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അത് ഒഴിവാക്കി നമ്മൾ ഓൺലി മ്യൂസിയം മാത്രം സെലക്ട് ചെയ്യും. ഫോട്ടോ ഹിസ്റ്ററി ഓഫ് ലഡാക്ക് ആണ്. പിന്നെ ദ എക്സ്പ്ലോർ ലഡാക്ക്, പിന്നെ ജിയോഗ്രഫി ഓഫ് ലഡാക്ക്, ഇതുപോലത്തെ ലഡാക്കിനെ കുറിച്ചുള്ളതാണ്. കണ്ടോ, ലഡാക്ക് ദ ലാൻഡ് ഓഫ് ഹൈ പാസസ്. ഇവിടെ ലഡാക്കിനെ കുറിച്ചും ലഡാക്കിലെ ആളുകളുടെ ജീവിത രീതിയെ കുറിച്ചും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 1965 ഇൻഡോ പാക് വാറിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ ഈ മൗണ്ടെയിൻ ഒക്കെ ക്ലൈംബ് ചെയ്യുന്ന വേഷമാണിത്. അവരുടെ ബൂട്ട്സ് ഒക്കെ കണ്ടോ. ഗ്ലേസിയറിലേക്കൂടെ പോകാനുള്ള സ്നോ സ്കൂട്ടറാണ് ഇത്. സോൾജേഴ്സ് ഉപയോഗിക്കുന്ന ടെന്റാണ്.
ഇത് ശൗര്യ സ്ഥലാണ്. ഇവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ടൂംസ് ആണ് ഇവിടെ ഉള്ളത്. ഹാൾ ഓഫ് ഫെയിം മൊത്തം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ലേ പാലസിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലേ പാലസ് കാണാനായിട്ട് വന്നിരിക്കുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ 4 മണിയാകുമ്പോൾ ക്ലോസ് ആവും. നമ്മൾ ജസ്റ്റ് കറക്റ്റ് ഒരു 3:45 ഒക്കെ ആയപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 25 രൂപയാണ്. നമുക്ക് ഇനി അകത്തേക്ക് പോവാം. 2 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണം. ഫ്രണ്ട്സ്, ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി കിടച്ചിരിക്കുവാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. പിന്നെ ഇത് പ്രാർത്ഥനാ മുറിവാണ്. പിന്നെ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കഥയ്ക്കും. ഇത് പ്രാർത്ഥനാ മുറി. ഈ പാലസിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ലേ സിറ്റിയുടെ നമുക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ലഡാക്ക് വന്നിട്ട് ഇന്ന് നമ്മൾ ടിസെ മൊണാസ്ട്രി കണ്ടു. പിന്നെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞ മ്യൂസിയം കണ്ടു. പിന്നെ ഇപ്പം ലേ പാലസും കണ്ടു. അപ്പം ഇപ്പം ടീ ടൈപ്പാണ്. ഞങ്ങളിപ്പോൾ ടീ കുടിക്കാൻ ഇപ്പോൾ ഒരു ഷോപ്പിൽ, ലഡാക്കിലെ ഒരു ഷോപ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ ലഡാക്കിലെ ചായയാണ്. ഇത് നല്ല അടിപൊളി ഗ്ലാസ്സിൽ, വലിയ ഗ്ലാസ്സിലൊക്കെയാണ് വന്നേക്കുന്നത്. അല്ല, കുഞ്ഞു ഗ്ലാസ്സിലല്ല, നമ്മുടെ അവിടുത്തെ അത്രയും പോലെയാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ മിൽക്ക് ടീക്ക് 40 രൂപയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പ്ലെയിൻ റൊട്ടിയും പനീർ ബട്ടർ മസാലയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവർ ഒനിയനും തന്നെ കേട്ടോ. ഇവിടുത്തെ പ്ലെയിൻ റൊട്ടി, ഇവിടുത്തെ പ്ലെയിൻ റൊട്ടിയും പനീർ മസാലയും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്ന് ലഡാക്കിലെ പ്ലെയിൻ റൊട്ടിയും പനീറുമാണ് നല്ല ഗംഭീരമായിരിക്കും. ഫ്രണ്ട്സ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ശാന്തി സ്തൂപം കാണാനായിട്ട് വന്നേക്കുന്നത്. ഇവിടെ കുറെ ഭയങ്കര കയറ്റമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര നന്നായിട്ട് കിഴക്ക്. നമുക്ക് ഇതാണ് കേട്ടോ ശാന്തി സ്തൂപം. ഇതാണ് കേട്ടോ ശാന്തി സ്തൂപം. ഫ്രണ്ടിലേക്ക് പോവാം. ഇപ്പോൾ ശാന്തി സ്തൂപത്തിന്റെ മുകളിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് ഇതിന്റെ വട്ടം വെച്ച് വരാം. ശാന്തി സ്തൂപം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നെ ക്ലോക്ക് വൈസ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇനി പോവാണ്. ഫ്രണ്ട്സ്, ഇവിടുത്തെ വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ. കുറെ മഞ്ഞുമലയൊക്കെ ഉണ്ട്. മഞ്ഞില്ലാത്ത മല അടിപൊളിയാണ്.
ബൈ